പറവൂര് എൻ്റെ അമ്മയുടെ തറവാടുണ്ട്. അവിടുത്തെ പുതിയകാവ് അമ്പലത്തിൽ നിന്നാണ് കെട്ട് നിറച്ച് ഞാൻ ആദ്യമായിട്ട് മലയ്ക്ക് പോയത് മുത്തച്ഛൻ്റെ കൂടെ, മുത്തച്ഛൻ്റെ കൈ പിടിച്ച്. അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മുത്തച്ഛൻ എനിക്ക് ഓരോന്നോരോന്നായിട്ട് പോകുന്ന യാത്രയിൽ, ആ യാത്രയുടെ ഇടയിൽ പറഞ്ഞു തന്നു. അതെന്നും എൻ്റെ മനസ്സിൽ ഒരു നല്ലൊരു ഓർമ്മയായി ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനുശേഷം പലതവണ പോയിട്ടുണ്ട്. സീസണിലും അല്ലാതെയും പലതവണ ശബരിമലയിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് ശബരിമല അയ്യപ്പനെ പറ്റി അനേകം ഗാനങ്ങൾ പാടാനുള്ള ഭാഗ്യം എനിക്ക് ഭഗവാൻ അയ്യപ്പൻ തന്നു. അതിൽ ദക്ഷിണാമൂർത്തി സ്വാമി എഴുതി സംഗീതം ചെയ്ത ഹരിഹര ജ്യോതി എന്ന ആൽബം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആൽബമാണ്. അതുപോലെ തന്നെ ജ്യോതി, മുദ്ര, ഇതൊക്കെയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൽബം. അതുകൂടാണ്ട് എല്ലാം എനിക്കെൻ്റെ സ്വാമി, അത് ജയമാഷ് സംഗീതം ചെയ്ത ഒരു ആൽബമാണ്. അതിൽ എല്ലാം എനിക്കെൻ്റെ സ്വാമി എന്നെ നല്ലവനാക്കുന്ന ദൈവം, ഇങ്ങനൊരു പാട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ, ആ പാട്ട് വളരെ ഇഷ്ടമാണ്. പിന്നെ ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ, അതിഷ്ടമാണ്. നമ്മുടെ സ്വാമി മ്യൂസിക് ചെയ്ത ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായക നാമം, ആ മണിരൂപം അയ്യപ്പ ഞങ്ങൾക്കാപാദചൂടമധുരം. ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിൽ പെട്ടതാണ്. ഇഷ്ടം പോലെയുണ്ട്. നിർവൃതി എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാം നമ്മൾ മറക്കുകയാണ്. ആ അയ്യപ്പൻ്റെ രൂപത്തെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിക്കാൻ, അതായത് അത് മുഴുവൻ കണ്ണടയ്ക്കാതെ നമ്മൾ ആ രൂപത്തെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിനെ മാംസത്തിൽ നിന്നുണർത്തേണമേ, മലയിൽ വാഴും ഭഗവാനേ സ്വാമി ശരണമയ്യപ്പ. ഹരിവരാസനം ശരിക്കും പറഞ്ഞാൽ ശബരിമലയിലെ എല്ലാ പൂജകളും കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുമ്പ് അയ്യപ്പനെ ഉറക്കുന്ന ഒരു ഉറക്കുപാട്ടായിട്ടാണ് നമ്മളെല്ലാം ഇപ്പം അതെല്ലാം നമ്മൾ പാടുന്നതും കേൾക്കുന്നതുമെല്ലാം. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. ശാന്തമായിട്ടാണ് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശാന്തമായി അയ്യപ്പൻ ഉറങ്ങാൻ പാകത്തിനുള്ള ഒരു മ്യൂസിക്കാണത്. ശാന്തമായിട്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ. അതിൽ സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ഒരു ശരണവിളി പോലും ഇല്ലാതെ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഇങ്ങനെ പാടി പാടി സ്ലോയിലാണ് നിർത്തുന്നത്. അപ്പോൾ വളരെ ശാന്തമായിട്ട് അയ്യപ്പൻ ഉറങ്ങാനുള്ളൊരു പാട്ടാണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എല്ലായിടത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഏത് പ്രോഗ്രാം ചെയ്താലും അവസാനം പാടുന്നത് ഹരിവരാസനമാണ്. അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും.